ഹായ് മച്ചാമാരെ, എല്ലാവർക്കും റിച്ചു സപ്പ വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനും റിച്ചും കൂടിയിട്ട് തയ്യാറാക്കാൻ പോകുന്ന റെസിപ്പിയാണ് മാംഗോ ഷേക്ക്. വളരെ എളുപ്പത്തിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു ഷേക്കാണ്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പഴുത്ത മാങ്ങ എടുത്തിട്ടുണ്ട്. ആ പഴുത്ത മാങ്ങ ഞങ്ങൾ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു. അതിന് ശേഷം വേണ്ടത് നമുക്ക് മാംഗോ ഷേക്ക് ഉണ്ടാക്കാൻ വേണ്ടത് നല്ല തണുത്ത പാലാണ് കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ പാല് നമുക്ക് ബോക്സിലാണ് കിട്ടുക. അപ്പോൾ ആ ബോക്സിലത്തെ പാല് ഞാൻ തണുപ്പിച്ചിട്ട് നല്ല കട്ടയാക്കി എടുത്തിട്ടുണ്ട്. ആ കട്ടിയായിട്ടുള്ള പാല് ഞാൻ 4 കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തു. അതിലേക്ക് പിന്നെ ഞങ്ങൾ ചേർക്കാൻ പോകുന്നത് റിച്ചുവിന് കഴിക്കാനായിട്ട് ഉപയോഗിച്ചിട്ടുള്ള ചോക്ലേറ്റിൻ്റെ ബിസ്ക്കറ്റാണ്. ആ ബിസ്ക്കറ്റ് ഒരു 4 കഷ്ണം ബിസ്ക്കറ്റ് ഞങ്ങൾ പൊടിച്ചെടുത്തു. അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നു. റിച്ചുവിന് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഷേക്കാണ് മാംഗോ ഷേക്ക്. ഇടയ്ക്കിടയ്ക്കൊക്കെ അവന് ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ഷേക്കാണ്. അതിലേക്ക് പിന്നെ ബദാം, ഒരു 4 ബദാം ഇട്ടു. എന്നിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് മിക്സിയിൽ അടിച്ചെടുത്തു. നല്ല രീതിയിൽ അടിച്ചെടുത്ത ശേഷം ഒരു സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ കുറച്ച് മാങ്ങ കഷ്ണങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മാങ്ങ കഷ്ണങ്ങൾ ആദ്യം ഇട്ട് കൊടുത്ത് ഗ്ലാസ്സിലേക്ക്. അതിന് ശേഷം ഷേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. നല്ല കട്ടിയായിട്ടുള്ള ഷേക്കാട്ടോ, അടിപൊളി കട്ടിയായിട്ടുള്ള ഷേക്ക് ഞങ്ങൾക്ക് കിട്ടി. അതിന് ശേഷം ഞങ്ങളുടെ കയ്യിൽ കുറച്ച് ഐസ്ക്രീം ഉണ്ടായിരുന്നു. പിസ്ത ഫ്ലേവറുള്ള ഐസ്ക്രീമാണ്. അത് 2-3 സ്കൂപ്പ് അതിൻ്റെ മുകളിലേക്ക്, ഗ്ലാസിൻ്റെ മുകളിലേക്ക് ടോപ്പപ്പ് ചെയ്യാനായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പം ഞങ്ങളുടെ ഈ കൊച്ചു ചാനൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം. റിച്ചു സപ്പ വ്ളോഗ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള സിമ്പിൾ ഞങ്ങളുടേതായിട്ടുള്ള സിമ്പിളായിട്ടുള്ള റെസിപ്പി ആയിട്ട് ഞങ്ങൾ നാളെയും വരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ.